കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്താണ് എൻ്റെ വാട്സപ്പിലേക്ക് ഒരു സന്ദേശം വരുന്നത് ഒരു കുട്ടിയുടെ. ഐ വിൽ സെക്യൂർ ഫുൾ A+ ഇൻ SSLC എന്ന് പറഞ്ഞിട്ടാണ്. ഏതാണ്ട് അതൊരു 55 ദിവസം വരെയുണ്ടായി. അപ്പോൾ 55 ദിവസം വന്നപ്പോൾ എനിക്ക് ആദ്യം ഒരു കൗതുകം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരു ക്ലാസ്സിൽ സംസാരിച്ചിരുന്നു. ഏതാണ്ട് കുന്നംകുളം വരുന്ന പ്രദേശത്താണ് ക്ലാസ് നടന്നിരുന്നത്. അപ്പോൾ അവിടെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്, ഒരു ശരാശരി വിദ്യാർത്ഥിനിയാണ് അവൾ. പക്ഷെ അവള് ഞാൻ പറഞ്ഞതിനനുസരിച്ച് ഏതാണ്ട് 55 ദിവസം ഈ മെസ്സേജ് ഐ വിൽ സെക്യൂർ ഫുൾ A+ ഇൻ SSLC എക്സാം കൊണ്ട് എഴുതി എനിക്ക് അയക്കേണ്ടായി വാട്സപ്പിൽ. പിന്നീട് ഞാൻ കണ്ട ചരിത്രം എന്ന് പറയുന്നത്, അവള് SSLCയുടെ റിസൾട്ട് വന്നതിന് ശേഷം എന്നെ വിളിക്കുകയാണ്, പക്ഷേ എനിക്ക് ഫുൾ A+ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ എന്നെ അത് വളരെയധികം അത്ഭുതപ്പെടുത്തി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കി വെച്ച, പഠിച്ചു വെച്ച, അറിഞ്ഞ ഒരാശയം യാഥാർത്ഥ്യമായി എന്നുള്ളത് ഒരു കുട്ടി അനുഭവത്തിലൂടെ പങ്കുവെക്കുമ്പോണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അവള് ആ കഴിഞ്ഞ 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളും A+ നേടി എന്നുള്ളതാണ്. അവൾ അത്രമേൽ മിടുക്കിയായിരുന്നു വെച്ചാൽ അല്ല എന്നുള്ളതായിരുന്നു. ഒരു ശരാശരി വിദ്യാർത്ഥിനിയായിരുന്നു, പക്ഷെ അവൾ നേടി എന്നുള്ളതാണ് ചരിത്രം. അതാണ് സത്യം. നമസ്കാരം, ബിനോജ് മാഷ് VC ടോക്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലും ആയിട്ടുള്ള വർത്തമാനത്തിലൊക്കെ കൂടുതലും മനസ്സിനെ സംബന്ധിച്ച വാക്കുകളും അല്ലെങ്കിൽ മനസ്സിനെ സംബന്ധിച്ച വിശേഷങ്ങളും അതിൻ്റെ പരിവർത്തനവും ഒക്കെ തന്നെയാണ് കൂടുതൽ സംസാരിക്കാറ് പതിവ് അല്ലേ. കാരണം ഈ ചാനൽ തന്നെ അതിൻ്റെ സ്ലോഗൻ തന്നെ പറയുന്നത്, ടൈറ്റിൽ തന്നെ റീപ്രോഗ്രാം യുവർ മൈൻഡ് എന്നുള്ളതാണ്. VC ടോക്സിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയാണ്. ഈ കുറേ വർത്തമാനത്തിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ടവരിൽ പലരും എന്നെ വിളിക്കാറുണ്ട്, പുതിയ വീഡിയോകൾ ഈ രീതിയിൽ വേണം, അല്ലെങ്കിൽ പുതിയ വർത്തമാനം ഈ രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ ഇന്ന വിഷയം വേണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ പല ആളുകളുടെയും അനുഭവങ്ങൾ പറയുമ്പോൾ ഇവരെ എനിക്കറിയാം എന്ന രീതിയിലും എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു പറയാറുണ്ട്. പലപ്പോഴും അവരുദ്ദേശിക്കുന്ന ആളുകൾ അതിലെ കഥാപാത്രങ്ങളാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ പ്രിയപ്പെട്ട കൂട്ടുകാർ അല്ലെങ്കിൽ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളൊക്കെ ഇങ്ങനെ വിവരങ്ങൾ അറിയിക്കുന്നതിലും അവർക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ ഉണ്ടാവുന്ന സന്തോഷത്തെ പറ്റിയും അനുഭവത്തെ പറ്റിയൊക്കെ അറിയിക്കുമ്പോൾ അത് തന്നെ വലിയ സന്തോഷമാണ്. തീർച്ചയായും അങ്ങനെ കഴിഞ്ഞ ദിവസം മറ്റൊരാൾ നിർദ്ദേശിച്ച ഒരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുക? പല കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെ പഠന സംബന്ധമായ കാര്യങ്ങളുണ്ടാവാം. അങ്ങനെ വിവിധ മേഖലകളിലൊക്കെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ലക്ഷ്യം നമുക്ക് സാധ്യമാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ചെറിയ സൂത്രങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി വെച്ച എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് തന്നെ അനുഭവവേദ്യമായ ചില കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പങ്കുവെക്കുന്നത്. എങ്ങനെ നമുക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നേടാം, എങ്ങനെ നമുക്ക് വിജയത്തിലേക്ക് സഞ്ചരിക്കാം എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും ഒരു 3 ടെക്നിക്ക് എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു 3 കാര്യങ്ങളെ ഒറ്റ ആശയത്തിലൂടെ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, വിജയത്തിലേക്ക് ഒരു വിസ എന്നതാണ്. അപ്പൊ ഇതിന്റെ ക്യാപ്ഷൻ കാണുമ്പോൾ തന്നെ പലരും തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ എന്താണ് ഈ വിസ? വിജയത്തിലേക്കാണ് ഈ വിസ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്കുള്ളതാണ് ഈ വിസ. എന്താണ് ഈ വിസ എന്നുള്ളതല്ലേ? അതിൽ ആദ്യത്തെ VI എന്നത് വിഷ്വലൈസേഷൻ ആണ്. ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ ഗുണമുള്ള ഒന്നാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തി കൂടിയാണ് ഞാൻ. നമ്മളുടെയൊക്കെ ചെറിയ വാക്കുകളിലൂടെ, ചെറിയ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ മറ്റു പലർക്കും അതിൻ്റെ ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാനിത് എൻ്റെ പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നത്. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് അത്രമേൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗാന്ധിജിയുടെ മനോഹരമായ വാക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ എല്ലാ സമയവും എന്തായി തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നുവോ അയാൾ അതായി തീരുമെന്ന് പറയുന്നുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ എഴുതി വെച്ച മനോഹരമായ മറ്റൊരു വാക്യമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇമാജിനേഷൻ ഈസ് മോർ പവർഫുൾ ദാൻ നോളേജ് എന്ന് പറയുന്നുണ്ട്. ഇമാജിനേഷൻ ആണ്, നിങ്ങൾ എത്ര നോളേജ് ഉള്ള ആൾ ആയിക്കൊള്ളട്ടെ, പക്ഷെ അതിനേക്കാളൊക്കെ പവർഫുൾ ആയിട്ടുള്ളത് നിങ്ങളുടെ ഇമാജിനേഷൻ ആണ് അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ കാര്യങ്ങളെ ഇമാജിൻ ചെയ്യാൻ വേണ്ടി കഴിയും, ദൃശ്യവൽക്കരിക്കാൻ വേണ്ടി കഴിയും, എങ്ങനെ നിങ്ങൾക്ക് ചിന്തിച്ച് പുതിയ ആശയങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഇപ്പം നമുക്ക് അറിയാം, നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ ആണെങ്കിൽ പോലും
ആ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് മാർട്ടിൻ കൂപ്പർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദ്യം മൊബൈൽ ഫോൺ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ മൊബൈൽ എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റ് രൂപപ്പെടുന്നത് അതിനുശേഷമാണ്. അപ്പൊ ഏതൊരു വസ്തു വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. ഇപ്പൊ നമ്മൾ പറയും, നമ്മളിപ്പോ മൈക്രോഫോൺ അല്ലെ, അല്ലെങ്കിൽ മൈക്രോഫോൺ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ മുമ്പ് ഒരാളുടെ മനസ്സിൽ ഇത് രൂപപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് യഥാർത്ഥത്തിലുള്ള മൈക്രോഫോൺ രൂപപ്പെടുന്നതിന് ശേഷമാണ് അല്ലെ. എമിലെ ബെർലൈനർ എന്ന് പറയുന്ന ജർമ്മൻ സയന്റിസ്റ്റ് ആണ് അത് കണ്ടുപിടിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ വെളിച്ചം തരുന്നുണ്ട് അല്ലേ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചുറ്റുവട്ടത്ത് നല്ല വെളിച്ചം, നമ്മൾ ഇൻകാൻഡസൻ ലാമ്പെന്നോ ഫിലമെന്റ് ലാമ്പെന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞ അതുവരെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്തത് തോമസ് ആൽവ എഡിസൺ ആണ്. അപ്പൊ എഡിസന്റെ മനസ്സിൽ ആദ്യം അത് ദൃശ്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് അത് യാഥാർത്ഥ്യമായത്. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം ഒക്കെ അങ്ങനെ തന്നെ. നമ്മൾ ജീവിതത്തിൽ അധ്യാപകനാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, വക്കീലാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ആ ആഗ്രഹം നമ്മുടെ മനസ്സിനകത്ത് രൂപപ്പെടുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ദൃശ്യവൽക്കരിക്കുന്നു, അതിനുശേഷമാണ് അത് യാഥാർത്ഥ്യമാവുന്നത്. അപ്പൊ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ അത്രമേൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ജീവിതത്തിൽ നമുക്ക് എന്താണോ ആയിത്തീരേണ്ടത് അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ പല പുസ്തകങ്ങളിലൂടെ കിട്ടുന്ന അറിവുകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരുമായി ഞാൻ പങ്കുവെക്കുന്നത്. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയൊക്കെ അത്രമേൽ എൻഹാൻസ് ചെയ്യുന്ന ഒന്നാണ് വിഷ്വലൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് പ്രധാനമായി 2 രീതിയിലാണ് സാധ്യമാക്കാൻ വേണ്ടി കഴിയുക. അതിലൊന്ന് പ്രോഡക്റ്റ് വിഷ്വലൈസേഷൻ, മറ്റൊന്ന് പ്രോസസ് വിഷ്വലൈസേഷൻ എന്ന് പറയാറുണ്ട്. പ്രോഡക്റ്റ് വിഷ്വലൈസേഷൻ അഥവാ ഔട്ട്കം വിഷ്വലൈസേഷൻ എന്നും അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് അത് ആയിത്തീർന്നിരിക്കുന്ന അവസ്ഥ നമ്മൾ ഇമാജിൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ആയിത്തീർന്നിരിക്കുന്ന അവസ്ഥ, അതിനെയാണ് ഔട്ട്കം വിഷ്വലൈസേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ പ്രോഡക്റ്റ് വിഷ്വലൈസേഷൻ എന്ന് പറയുക. ഇപ്പൊ നമ്മൾ ഒരു ജോലിക്കാരനായി തീരണം, ഞാൻ അതിനെ വസ്തുനിഷ്ഠമായി പറയുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് പദവിയാണോ അല്ലെങ്കിൽ ഏത് നേട്ടമാണോ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മുഴുവൻ A+ നേടുന്നത് അവർ ഇന്നു മുതൽക്ക് വിഷ്വലൈസ് ചെയ്യുക. അവരെ ആളുകൾ അഭിനന്ദിക്കുന്നത്, അവരുടെ പടങ്ങൾ ഇങ്ങനെ തെരുവോരങ്ങളിൽ എല്ലാ വിഷയത്തിലും A+ കിട്ടിയ ശങ്കരൻകുട്ടിക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നത്, ഇതൊക്കെ തന്നെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക അല്ലെ. വലിയ സദസ്സിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതൊക്കെ വിഷ്വലൈസ് ചെയ്യുക. അത് നമ്മൾ ഔട്ട്കം വിഷ്വലൈസേഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കളക്ടർ ജോലിയാണെങ്കിൽ അത് നമ്മൾ ആയിത്തീരുന്ന അവസ്ഥ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ ആ കസേരയിൽ ഇരിക്കുന്നത് അല്ലെ, നമുക്ക് ആ സർട്ടിഫിക്കറ്റ്, സിവിൽ സർവീസിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഏറ്റുവാങ്ങുന്നത്, അങ്ങനെയുള്ള ഔട്ട്കം ഒക്കെ നമ്മൾ അതിന്റെ ആയിത്തീരുന്ന അവസ്ഥ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. അതോടൊപ്പം തന്നെ ചെയ്യേണ്ടതാണ് പ്രോസസ് വിഷ്വലൈസേഷൻ. അതാവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നത്, ഓരോ ദിവസവും അതിന്റെ പ്രോഗ്രസ്, പുരോഗതി, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് എത്താൻ ആവശ്യമായ പ്രക്രിയ അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം എന്നുള്ളതാണ്. കാലത്ത് നേരത്തെ എണീക്കുന്നത്, വായിക്കുന്നത്, പഠിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ, അതുമായി സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ശേഖരിച്ച് ആ പ്രക്രിയ കൂടി വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് പ്രോസസ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് അത്രമേൽ പ്രധാനപ്പെട്ട ഒന്നാണ്. മനഃശാസ്ത്രം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മനസ്സിനകത്ത് എപ്പോഴും ഈ ചിന്ത തന്നെ വന്നു കിടക്കുമ്പോൾ സ്വാഭാവികമായി പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നമ്മളൊരു വിഷയത്തെ എങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതുണ്ട്, പെർസീവ് ചെയ്യുന്നു, വിവക്ഷിക്കുന്നു എന്നുള്ള കാര്യങ്ങളുണ്ട്. അത് സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ മനസ്സിന്, എല്ലാവരുടെ മനസ്സിലും ഉള്ള ഒന്നാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ. അതായത് നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രമേ നമ്മൾ കാണുള്ളൂ. കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ സെക്കൻഡിലും ലാക്ക് ഓഫ് ബിറ്റ്സ് ഇൻഫർമേഷൻ ആണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഇതെല്ലാം നമ്മൾ കൃത്യമായി പെർസീവ് ചെയ്യുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. പെർസീവ് ചെയ്താൽ തന്നെ, സ്വീകരിച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടും നമ്മൾ. അപ്പൊ നമുക്ക് വേണ്ടത് മാത്രമേ നമ്മൾ എവിടെയും കാണുള്ളൂ എന്നുള്ളതാണ്. നമുക്കൊരു കാറ് വാങ്ങിക്കണമെന്ന ചിന്ത നമ്മുടെ മനസ്സിനകത്തേക്ക് വന്നാൽ പുറത്തിറങ്ങിയാൽ പിന്നെ നമ്മൾ എപ്പോൾ നോക്കുന്നതൊക്കെ കാറ് മാത്രമായിരിക്കും, ബാക്കി ഒന്നും കാണില്ല എന്നുള്ളതാണ്. അപ്പോൾ വിഷ്വലൈസേഷൻ സത്യം പറഞ്ഞാൽ നമ്മളെ സെലക്റ്റീവ് അറ്റൻഷനിലേക്ക്, സെലക്റ്റീവ് പെർസെപ്ഷനിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്താണോ മനസ്സിനകത്ത് ചിന്തയായി രൂപപ്പെട്ടത് അത് മാത്രം കാണുന്നൊരവസ്ഥയിലേക്ക് എത്തും. പണ്ട് നമ്മൾ ചരിത്രത്തിൽ, പുരാണത്തിൽ പറയാറുണ്ട്, അർജുനനോട് അമ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ് കാണുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അർജുനൻ മാത്രമാണ് പറയുന്നത്, ഞാൻ കിളിയുടെ കഴുത്ത് മാത്രമാണ് കാണുന്നത്, ബാക്കിയുള്ളവരൊക്കെ പലതും കാണുന്നു, ആകാശം കാണുന്നു, ഗുരുനാഥനെ കാണുന്നു, സഹോദരങ്ങളെ കാണുന്നു എന്ന് പറയുമ്പോൾ അർജുനൻ പറയുന്നത് ഞാൻ കഴുത്ത് മാത്രമേ കാണുന്നുള്ളൂ. അത് വിഷ്വലൈസേഷന്റെ പവറാണ്. സോ വിഷ്വലൈസേഷൻ അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് സെൽഫ് ടോക്കാണ്. വിസയിലെ രണ്ടാമത്തത്, ആദ്യത്തെ VI വിഷ്വലൈസേഷൻ, രണ്ടാമത്തെ സെൽഫ് ടോക്കാണ്. എന്താ സെൽഫ് ടോക്ക്? നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് സംഭാഷണം ഒരുപാടുണ്ട് അല്ലേ.
നമ്മൾ നാട്ടിലിറങ്ങി സംസാരിക്കും, നമ്മുടെ ജോലി സ്ഥലത്ത്, എല്ലായിടത്തും പഠിക്കുന്നിടത്ത്, എല്ലായിടത്തും കൂട്ടുകാരോട് നാട്ടുകാരോടൊക്കെ വർത്താനം പറയുന്നവരാ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളോട് തന്നെയുള്ള സംഭാഷണം. അതിനെ നമ്മൾ പല രീതിയിലും വൈഗോട്സ്കി എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ, റഷ്യക്കാരനായ സോവിയറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള വൈഗോട്സ്കി പറയുന്നുണ്ട്, ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ആദ്യം രൂപപ്പെടുന്ന ഒന്നാണ് പ്രൈവറ്റ് സ്പീച്ച്, അതാണ് ഇന്നർ സ്പീച്ചായി മാറുന്നത്, അതാണ് പിന്നീട് സോഷ്യൽ സ്പീച്ചായി മാറുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഇന്നർ സ്പീച്ച് വലുതായാലും നമ്മുടെ ഉള്ളിൽ സംഭവിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ അത്തരത്തിലുള്ള ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. ആ സംഭാഷണത്തിൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം എന്നറിയോ? പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് നടത്തുക എന്നുള്ളതാണ്. അല്ലേ? പലപ്പോഴും നമ്മളെ വളരെയധികം ഇകഴ്ത്തി എന്നെ കൊണ്ടൊന്നും അത് കഴിയില്ല എന്ന രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. എൻ്റെ നാട്ടിലെ ഒരു പഴയ ഒരു പാറുക്കുട്ടിയമ്മ ഉണ്ടായിരുന്നു. പാറുക്കുട്ടിയമ്മ എപ്പോഴും പറയും, തോറ്റുപോയി ഞാൻ, നശിച്ചുപോയി ഞാൻ, ഇങ്ങനെ അങ്ങോട്ട് നടക്കുമ്പോൾ ഈ നരകത്തിലേക്ക് ഞാൻ വന്നു വിട്ടു എന്നൊക്കെ പറഞ്ഞ് പാറുക്കുട്ടിയമ്മ വർത്താനം പറയും. സത്യം പറഞ്ഞാൽ ഈ വർത്തമാനമൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള നേരത്തെ പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ സ്വീകരിച്ച് നമ്മളെ ആ തലത്തിലേക്ക് എത്തും. ഈ നരകമായിട്ട് മാറും നമ്മളുള്ള ഇടം. അതിനൊന്ന് മാറ്റി പിടിക്കണം എന്നുള്ളതാണ്. ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന മനഃശാസ്ത്രത്തിന്റെ മറ്റൊരു ശാഖയിൽ എറിക് ബേൺ പറയുന്നുണ്ട്, മനുഷ്യന്റെ ലൈഫ് പൊസിഷനിൽ ഏറ്റവും നല്ലത് ഐ ആം ഓക്കെ ആൻഡ് യു ആർ ഓക്കെ എന്നൊരു ലൈഫ് പൊസിഷനാണ്, ഒരു ജീവിത തലമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് സെൽഫ് ടോക്കിലും വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക്. അതിനെ നമ്മൾ ഈ സെൽഫ് ടോക്കിനെ അഫർമേഷൻ എന്ന് പറയാറുണ്ട്, ഓട്ടോ സജഷൻ എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് കൊടുക്കുന്ന സജഷനാണ് ഈ പറയുന്ന സെൽഫ് ടോക്ക്. അവിടെ അത് നമ്മൾ പോസിറ്റീവായി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ വെർബലൈസേഷൻ, നമ്മൾ ഈ മന്ത്രോച്ചാരണം പോലെ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മിറർ ടോക്ക്, അല്ലെ? പലരും അങ്ങനെ ചെയ്യുന്നുണ്ടാവും. കണ്ണാടിക്ക് മുമ്പിൽ നിന്നിട്ട് നമ്മൾ മുടി ചെയ്യുന്നതും പൗഡർ ഇടും കണ്ണെഴുതും ഒക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ വർത്തമാനം പറയാൻ കൂടി ശീലിക്കുന്ന ആളുകളുണ്ട്. ശീലിക്കണം എന്നുള്ളതാണ്. അവിടെ പോസിറ്റീവായിട്ട് പറയുക, നമുക്കത് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ വിഷ്വലൈസേഷന്റെ ഭാഗമായി നമ്മൾ കണ്ടത് എന്തോ, കളക്ടർ ജോലിയാണെങ്കിൽ അത്, വക്കീലായി മാറേണ്ടതാണെങ്കിൽ അത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ബിസിനസ് സംരംഭങ്ങൾ അതായിത്തീരുന്ന അവസ്ഥ നമ്മൾ നേരത്തെ വിഷ്വലൈസ് ചെയ്തത് എനിക്ക് സാധിക്കുമെന്ന് പോസിറ്റീവായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഈ വെർബലൈസേഷൻ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അഫർമേഷൻ, അല്ലെങ്കിൽ ഓട്ടോ സജഷൻ എന്ന രീതിയിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് അത്രമേൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ആക്ഷനാണ്. നേരത്തെ പറഞ്ഞ വിഷ്വലൈസേഷൻ നമ്മൾ ചെയ്തു, നമ്മൾ സെൽഫ് ടോക്ക് ചെയ്തു, നമ്മൾ പറയുന്നു നമ്മളെ പറ്റി നമുക്കത് കഴിയും എന്ന് സെൽഫ് കോൺവെർസേഷനിൽ നമ്മളോട് തന്നെ സംസാരിക്കുന്നു. ഇങ്ങനെ ഇത് രണ്ടും നടന്നാൽ മൂന്നാമത്തത് സ്വാഭാവികമായി സംഭവിക്കും. എന്ത്? ആക്ഷൻ എന്നുള്ളത്. നമ്മൾ പറയും, വിത്തൗട്ട് ആക്ഷൻ ഈച്ച് പ്ലാൻ ഈസ് ഹാലൂസിനേഷൻ എന്ന് പറയാറുണ്ട്. ആക്ഷൻ ഇല്ലാതെ നിങ്ങൾ എന്ത് വിഷൻ രൂപപ്പെടുത്തിയാലും എന്ത് പ്ലാൻ രൂപപ്പെടുത്തിയാലും അതൊരു ഹാലൂസിനേഷനായി മാറും, ഒരു മതിഭ്രമമായ ചിന്തയായി മാത്രം അവശേഷിക്കുന്നുള്ളതാണ്. പക്ഷെ ആദ്യം പറഞ്ഞ രണ്ടും നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്താൽ അത് സ്വാഭാവികമായി ആക്ഷനിലേക്ക് എത്തുന്നതാണ്. എങ്ങനെ എത്തണം എന്നുള്ളതല്ലേ? നമ്മൾ പറയും, അവർ തോട്ട്സ് ദാറ്റ് ബിക്കം അവർ വേർഡ്സ് എന്ന് പറയും. അവർ വേർഡ്സ് ദാറ്റ് ബിക്കം അവർ ആക്ഷൻ. അവർ ആക്ഷൻ ദാറ്റ് ബിക്കം അവർ ഹാബിറ്റ്. അവർ ഹാബിറ്റ് ദാറ്റ് ബിക്കം അവർ ക്യാരക്ടർ എന്ന് പറയാറുണ്ട്. അവർ ക്യാരക്ടർ ദാറ്റ് ബിക്കംസ് അവർ ഡെസ്റ്റിനി. അപ്പോൾ നമ്മുടെ ചിന്തകളാണ് നമ്മളുടെ വിധി തീരുമാനിക്കുന്നത്. നമ്മളുടെ ലക്ഷ്യം അത് സാധ്യതമാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. അതുകൊണ്ടാണ് വിഷ്വലൈസേഷനും സെൽഫ് ടോക്കും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആക്ഷൻ എന്ന് പറയുന്നതും അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒന്നാണ്. നേരത്തെ പറഞ്ഞ വിഷ്വലൈസേഷനും സെൽഫ് ടോക്കും സാധ്യമാകുമ്പോൾ സ്വാഭാവികമായി നമ്മളുടെ ബ്രെയിൻ അതിലേക്ക് വേണ്ടത് മാത്രം കാണാൻ തുടങ്ങും, അതിലേക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യാൻ തുടങ്ങും. ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാത്രി കിടക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ കാലത്ത് എണീച്ചു വരുന്ന സമയമാണ്. ഈ സമയങ്ങളിലൊക്കെയാണ് നമ്മളുടെ ഈ പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡൊക്കെ കൂടുതൽ ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന സമയം. അപ്പോൾ ഈ സമയങ്ങളിലാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഈ സമയങ്ങളിലും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തും നമ്മൾ കൂടുതൽ സെൽഫ് ടോക്ക് നമുക്ക് നടത്താം. അതുപോലെ തന്നെ ഇത് രണ്ടും നമ്മൾ കൃത്യമായി ചെയ്താൽ സ്വാഭാവികമായി ആക്ഷൻ സംഭവിക്കും എന്നുള്ളതാണ്. ആക്ഷൻ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഉറപ്പുവരുത്തണം. ആക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ
ചർച്ച ചെയ്യാം. എന്തായാലും പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള ചില നുറുങ്ങുകൾ, ചില മനഃശാസ്ത്രപരമായ ശകലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നറിയുന്നതിലുള്ള വലിയ സന്തോഷം അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇത് ഗുണകരമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പങ്കുവെക്കണം. ഇതിലെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം എന്നതുകൂടി പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ടാറ്റ, ബൈ ബൈ.